ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോച്ച് ആൻഡ് ഫിറ്റ്നസ്. കഴിഞ്ഞ 4 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ശ്രദ്ധിക്കുന്നു. ഇത് നമ്മുടെ 5ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് ഹാർട്ട് റേറ്റ് എത്രയാണ് വെക്കേണ്ടതുള്ളത്. അത് 70% ആണ്. ഓക്കെ, സോ ഇന്ന് ദാറ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. while you training, while you walk or while you exercise, maintain your heart rate with 70%. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഇമ്പോർട്ടൻസ് പ്രീ വർക്കൗട്ട് ആൻഡ് പോസ്റ്റ് വർക്കൗട്ട്. എക്സസൈസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും. മിക്കവരും മറന്നു പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് 100% പാലിക്കണം, അത് നിർബന്ധമാണ്. സാധാരണ ചിലർ സപ്ലിമെൻറ്റ്സ് എടുക്കും പ്രീ വർക്കൗട്ടായിട്ട്, ചിലർ പഴം കഴിക്കും. പക്ഷേ ഇത് ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് നമുക്ക് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വളരെ ക്വിക്കാണ് എടുക്കുന്നത്. പക്ഷേ പഴമോ, ഈ പഴം നിങ്ങൾ പ്രീ വർക്കൗട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജിമ്മിൽ വന്നിട്ടല്ല ഒരു പഴം കഴിക്കേണ്ടത്. മിനിമം 20 മിനിറ്റ്സിനെങ്കിലും മുമ്പായിട്ട് പഴം കഴിച്ചിരിക്കണം. കാരണം ഇതൊരു ക്വിക്ക് അബ്സോർബിൾ എനർജി ആണ്. ഇത് നമ്മൾ മസിൽ ഗ്ലൈക്കോജൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് എക്സസൈസിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ലിവർ ഗ്ലൈക്കോജനുണ്ട്, മസിൽ ഗ്ലൈക്കോജനുണ്ട്. അപ്പം ലിവർ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ എനർജിയാണ്. മസിൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയുമ്പോൾ മസിൽ ഗ്ലൈക്കോജൻ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ബിഫോർ ദി ജിം 2 hours ആണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കത് പാലിക്കുവാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറക്കണ്ട, പഴം ഒരു സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ വർക്കൗട്ടിന് ശേഷം നമ്മൾ വളരെ അത്രയും പ്രധാനപ്പെട്ടതാണ് എന്താ പോസ്റ്റ് വർക്കൗട്ട് മീലും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്മീഡിയറ്റ് ജസ്റ്റ് ആഫ്റ്റർ ദി ജിം എന്താ കഴിക്കേണ്ടത്? ഒരു പഴം. അതെന്താണ്? നമ്മൾ കഴിച്ച ഗ്ലൈക്കോജൻ്റെ ലെവൽ കുറയുകയും അടുത്ത എനർജി, ഇമ്മീഡിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ മസിൽ ബേണിംഗ് ആണ്, അതായത് കാറ്റബോളിസം. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകരുത്. കാറ്റബോളിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും ഇൻ ദി ലോങ് ട്രെയിനിങ് അവേഴ്സ്. അത് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പഴം ഇമ്മീഡിയറ്റ് അവൈലബിൾ എനർജി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ശേഷമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് പ്രോട്ടീൻ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്താ, 1-2 മുട്ടയുടെ വെള്ളം, അതിലാണെങ്കിൽ അമിനോ ആസിഡ്സ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്. മറക്കണ്ട. ഓക്കെ, ദിസ് യു മസ്റ്റ് ആഡ് ഇൻ യുവർ ട്രെയിനിങ് റൂട്ടീൻ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ പ്രീ വർക്കൗട്ടിൻ്റെയും പോസ്റ്റ് വർക്കൗട്ടിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഏറ്റവും വലിയ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അത് കൺസിസ്റ്റൻസിയാണ്. മറക്കണ്ട, കൺസിസ്റ്റൻസി കൂടി മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുവാൻ പറ്റത്തുള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കണ്ട. See you through the next video. Coach Chandra Fitness.